ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പച്ചക്കറികൾ കൊണ്ടുള്ള ഒരു മുട്ട പൊരിച്ചതാണ് കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് സവാളയും ക്യാരറ്റും തക്കാളിയും ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ മുട്ടയുമാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ പച്ചക്കറികൾ കൂടി ആഡ് ചെയ്യാം. ഞാൻ ഇതൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് കൂടെ ഇച്ചിരി തേങ്ങയും പിന്നെ ഉപ്പുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഉപ്പ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഹിമാലയൻ സോൾട്ടാണ്, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. പിന്നെ 5 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആ 5 മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യണേ അത്രയും നല്ലതാണ്. അങ്ങനെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് അതൊരു പരുവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൊരിക്കാനുള്ള പരുവം നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നല്ലപോലെ വന്നാലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. അത് നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുട്ട പൊരിക്കാനുള്ള മിക്സ് നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി പാനിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഒഴിച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മിക്സ് അതിലേക്ക് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണേൽ ദോശക്കല്ലിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മൊത്തവും ഒറ്റയടിക്ക് ഒഴിക്കണമെന്നില്ല, ഇഷ്ടമുള്ള രീതി ഒഴിച്ചാലും മതി. പിന്നീട് ഞാനതൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് മേളിൽ നല്ല രീതിയിൽ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ദോശക്കല്ലിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് അത് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അത് എന്നിട്ട് മറിച്ചിടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറിച്ചിട്ടപ്പോൾ എൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാനിൽ തന്നെ മറിച്ചിടാൻ കൂടി ചെയ്യാം. ഇതിൻ്റെ കട്ടി കൂടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ സാധനം വെന്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.